ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് ഒരു അവസരം നൽകി. അതിനെ നമുക്ക് നന്ദി പറയാം. മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണ് എന്നുള്ളതാണ്. തന്നെയുമല്ല, മറ്റുള്ള എല്ലാ ചരാചരങ്ങളും ഉണ്ടായി വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടായി വന്നതാണെങ്കിൽ, മനുഷ്യൻ മാത്രം ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു. അതുകൂടാതെ ദൈവം തൻ്റെ മൂക്കിലെ ജീവശ്വാസം മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഊതി. അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ മറ്റുള്ള എല്ലാ ചരാചരങ്ങളിൽ നിന്നും, പ്രകൃതിയിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തവും വിഭിന്നവുമായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, മനുഷ്യന് മാത്രമുള്ള ഒരു വലിയ പ്രത്യേകത, ചിന്തിക്കുവാനും ബൗദ്ധിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുവാനും വളരെ നല്ല നിലയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും മനുഷ്യന് മാത്രമാണ് പ്രത്യേകമായ ഒരു കഴിവ് ദൈവം നൽകിയിരിക്കുന്നത്. മനുഷ്യൻ വിവേകവും ജ്ഞാനവും നിറഞ്ഞ ദൈവത്തിൻ്റെ ഒരു റെപ്ലിക്കയാണ്, ഒരു ചെറുപതിപ്പാണ്. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മാന്യമായി ജീവിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ദൈവരാജ്യത്തിൽ എന്നേക്കും വസിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ആ ദൈവത്തിൻ്റെ കണക്കൂട്ടലൊക്കെ മനുഷ്യൻ തെറ്റിച്ചു. ഇന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് മനുഷ്യർ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന വിപത്തുകൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നിലയിൽ അത്ര വ്യാപകമാണ്. നാൽപ്പത്തി 49 സങ്കീർത്തനത്തിൽ അതിൻ്റെ അവസാന വാക്യമായ 20 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യൻ മാനത്തോട് ജീവിക്കേണ്ടവനാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനവും അതുപോലെയുള്ള അംഗീകാരവും ലഭിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടവനാണ്. എന്നാൽ സാഹചര്യങ്ങൾ ഒത്തിരി അനുകൂലമായിട്ടും ദൈവത്തിൻ്റെ വഴി വിട്ടുപോയ മനുഷ്യൻ ഇന്ന് മൃഗങ്ങൾ പോലും ചെയ്യുവാൻ മടിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ലോകത്തിൻ്റെ
മുൻപിൽ പരിഹാസ്യപാത്രമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ദുഷ്പ്രവൃത്തികൾ ഇന്ന് അനുസ്യൂതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുൻപിൽ അവഹേളന പാത്രമായി തീരുവാൻ അവനെ ഇടയാക്കുന്നു. എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പവുമില്ല, അതിന് ഇത്ര ശിക്ഷയല്ലേ ലഭിക്കൂ എന്നുള്ള ഒരു ധാരണയും മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. മാനത്തോടെ ജീവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ട്, പരിജ്ഞാനം നഷ്ടപ്പെട്ട്, മൃഗങ്ങൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുവാൻ പര്യാപ്തമായ നിലയിൽ സമൂഹത്തിലൊരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കൊല്ലും കൊലയും മറ്റുള്ള അധാർമിക പ്രവൃത്തികളും ഇന്ന് ചെയ്യുന്നതൊരു മനുഷ്യന് ഒരു ലജ്ജയുമില്ലാതായി തീർന്നിരിക്കുന്നു. ഈ സമൂഹം വളരെയധികം അധപ്പതിച്ചിരിക്കുന്നു. സ്തോത്രം. ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഇതിന് പരിഹാരമായി വേറെ നമുക്ക് ഒന്നും തന്നെ കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങി വരിക എന്നത് മാത്രമാണ് ഏക പരിഹാരമാർഗം. പ്രിയപ്പെട്ടവരെ, തലമുറകളെ ഓർത്ത് നിലവിളിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. സ്കൂളിൽ പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി വാർദ്ധക്യത്തിൽ എത്തിയ വന്ധ്യവയോധികർ വരെ ഇതാ തെറ്റുകളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അധാർമിക പ്രവർത്തികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം യേശുവിൻ്റെ അടുക്കിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക എന്നത് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അടയ്ക്കുന്ന പ്രവൃത്തികൾ വിട്ട് അധാർമികമായ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ തകർച്ചയിൽ നിന്ന് ദൈവത്തെങ്കിലേക്കൊന്ന് മടങ്ങി വരാം. ഈ വചനം ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.